രാധാ ദർശന സൗഭാഗ്യ. മേഘനാഥന്റെ അശ്വമേധം തുടങ്ങാറായി. തടയാമെങ്കിൽ തടയാൻ നിനക്ക്. ഇവിടെ തനിച്ച് നിൽക്കാനല്ലേ കൊച്ചു കള്ളി. ആരെങ്കിലും കാണൂ. വീട് എന്നെ, ഞാൻ ഈ ചായ റെഡിയാക്കിക്കോട്ടെ. അത് ശരി. അപ്പൊ എന്റെ പ്രേമത്തെക്കാൾ വലുതാണല്ലേ നിനക്ക് ഈ ചായ റെഡിയാക്കൽ. മിണ്ടരുത്. ഓരോരുത്തർ ചായ വന്ന് ചോദിക്കുമ്പോ തന്റെ ഈ ഉണക്ക പ്രേമം എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താ മതിയോ ചായക്ക് പകരം? എടി മഹാഭാവി, മനുഷ്യനുണ്ടായ കാലം മുതല് ഉദാത്തമെന്നും ഉത്കൃഷ്ടമെന്നും കവികൾ വാഴ്ത്തിപ്പാടിയ, മനസ്സിനെ മനസ്സുമായി കൂട്ടി നിർത്തുന്ന, ഹൃദയത്തെ മറ്റൊരു ഹൃദയമായി ഒട്ടിച്ചേർക്കുന്ന പരിപാവന വികാരത്തെയാണോ നീ വെറും ഉണക്ക പ്രേമമെന്ന് പറഞ്ഞ് അപമാനിക്കുന്നത്? നീയുണ്ടല്ലോ ഒട്ടും റൊമാൻറ്റിക്കല്ല. കഷ്ടം തന്നെ. അയ്യോ, ബാലാമണിക്ക് സിനിമയിലെ റൊമാൻറ്റിക് ആവാൻ പറ്റൂ. ജീവിതത്തില് നിലത്ത് കുത്താൻ സമയം ഉണ്ടാവില്ല. ആരാടി ഈ ബാലാമണി? സംശയം എന്താ? ഈ ഞാൻ തന്നെ. എല്ലാവരും കൂടി എന്നെ ജോലിക്കാരുടെ മോളാക്കി വെച്ചിരിക്കുവല്ലേ. അതുകൊണ്ട് ഇവിടെ വീട്ടുജോലിക്കാരിയായിട്ടാ കാണുന്നേ. മോളെ ചായ, മോളെ കാപ്പി, മോളെ ചോറ്, മോളെ തോരൻ, മോളെ വെണ്ടയ്ക്ക, മോളെ വഴുതനങ്ങ. കേട്ട് കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. നോക്കിക്കോ, എല്ലാം കൂടെ ഒരു ദിവസമേ എന്റെ കയ്യിന്ന് പോവും. അതുറപ്പാ. അല്പം കൂടി ഒന്ന് ക്ഷമിക്കണ്ട പെണ്ണെ. പ്രസാദേട്ടനും ഏട്ടത്തിയും കൂടെ ഒന്നിങ്ങ് വരട്ടെ. പുഷ്പൻ ചേട്ടൻ ബോംബ് പൊട്ടിക്കാനായിട്ട് ഇരിക്കുവല്ലേ. സൈഡ് ചേർന്ന് നിന്ന് ഞാൻ ഈ ഗുണ്ടും പൊട്ടിച്ചോളാം. ഇപ്പോ എനിക്കെന്റെ ബാലാമണിക്ക് 1 4 3. ദേ, മനുഷ്യൻ ഇവിടെ കലി കൊണ്ട് നിൽക്കുമ്പോ സിനിമാ കഥ കളിക്കാൻ വരല്ലേ. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പക മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക ഹരി? ഞാൻ പശു പാല് അല്ല ചായ എടുക്കാൻ വരുമായിരുന്നു. അതാണോ നിന്റെ ജോലി? അച്ഛാ, അത് ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. അച്ഛാ, അത് ഞാൻ ആര്യമോൾക്കെങ്കിലും ഇവനോടൊന്ന് പറയാമായിരുന്നു. അച്ഛാ, ഹരിയേട്ടൻ വെറുതെ. അതെ, വെറുതെ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കും. നേരം എത്രയായി? പ്രസാദോ അഞ്ജലിയോ പുറപ്പെട്ടോ എന്ന് നീ ഒന്ന് വിളിച്ചു ചോദിച്ചോ? ഇല്ലല്ലോ. എന്റെ ഫോൺ ഓഫായി കിടക്കുക. എന്നാ നീയെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അതില്ല ഇവന്. അതാണ് കുഴപ്പം. ഓ, അതായിരുന്നോ? അതാണെന്നോ? അതെന്താ നിസ്സാരമാണോ? ഞാനിപ്പോ തന്നെ വിളിച്ചു ചോദിക്കാം. ഒരു മിനിറ്റ്. പ്രസാദേട്ടാ, ഫോൺ. ഹലോ. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ. പുറപ്പെട്ടു. 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. അതെ, റാംജി റാവു തമാശയല്ല കേട്ടോ. മൂത്ത മകനെ കാണാനിട്ട് അച്ഛൻ ഇവിടെ പതുക്കെ ഉഗ്രരൂപിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വേഗം വന്നാ നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ചിലരുടെ ചോര ചിതറുന്നുള്ള കാര്യം ഉറപ്പാ. റെഡിയായി കഴിഞ്ഞടാ. പക്ഷെ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ചെറിയൊരു മീറ്റിംഗാ.
അത് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങെത്തും. ആ, ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്ക് വലിയേട്ടാ. കാര്യം എന്തൊക്കെയായാലും അച്ഛന് ഞങ്ങളെ കാണുന്നതിനും കാട്ടി തൃപ്തി പ്രസാദേട്ടനെ കാണുന്നത്. ആര് പറഞ്ഞു അത്? എനിക്കെന്റെ മക്കളെല്ലാം ഒരുപോലെയാ. നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ ഹരി. ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, അച്ഛനത് വലുതാക്കും. എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ വലിയേട്ടാ ചെയ്യാൻ പറ്റൂ. മതി മതി, വെച്ചേക്ക്. ഞാൻ വിളിക്കാം, നീ ഫോൺ വെച്ചോ. എന്താ? ഹരി വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറയുക. ആ എന്തായി? എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്, അതോടി കഴിഞ്ഞേ പുന്നാരമ്മ വരൂന്ന്. അച്ഛാ, അയ്യോ അച്ഛാ, ഓടി വരണേ. എന്താ മോളെ? എന്താ? അച്ഛാ, നമ്മുടെ അച്ചൂട്ടൻ. ആ പറ. അച്ചൂട്ടൻ ബോധം കെട്ടി വീണ് കിടക്കുന്നു. അയ്യോ, മോനെ, അച്ചു, അച്ചു, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ, എണീക്ക്, മോനെ, അച്ചൂട്ടാ, എന്ത് പറ്റി? മോനെ, മോനെ, അച്ചൂട്ടാ, അച്ചു, മോനെ, കണ്ണു തുറക്കടാ. അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, 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 മോനെ, അച്ചൂട്ടാ, മോനെ, മോനെ, കണ്ണു മോനെ. തുറക്കടാ. എടാ അച്ചൂട്ടാ, അച്ചു, മോനെ, അച്ചൂട്ടാ എണീക്കടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ. അച്ചൂട്ടാ മോനെ, അച്ചൂട്ടാ. എന്താ രുക്മിണി, എന്താ പറ്റിയത്? മരത്തിന്ന് മറ്റോ വീണതാണോ? അല്ല, ഇവര് മുറ്റത്ത് നിൽക്കായിരുന്നു. നിലവിളി കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്ന്. കാര്യം എന്തെന്ന് ആരെങ്കിലും തെളിച്ചു പറ. അച്ഛാ, അച്ചു പുഷ്പചേട്ടനും കൂടി പഞ്ചകുസ്തി പിടിക്കുകയായിരുന്നു. എന്റെ കയ്യേലത്തിന് ബലം കൂടി വന്നപ്പോഴാ ഞാൻ നോക്കിയത്. ജയിച്ചു എന്ന് പറയുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. ആ എല്ലാരും ഒന്ന് മാറി നിന്ന്, കുട്ടിക്ക് നല്ലോണം ശ്വാസം കിട്ടട്ടെ. അല്ല, കുട്ടി എന്താ കഴിച്ചത്? രാവിലെ തൊടിയിലും പറമ്പിലും ഒക്കെ ഓട്ടവും ചാട്ടവും ആയിരുന്നു. മാങ്ങയും ചക്കയും ജാമ്പക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പേരക്കമ്പ് വഴി പാഞ്ഞു കയറി പേരക്ക പറിച്ചു തിന്നുന്നത് കണ്ടു. ആ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നി. ആ എന്തായാലും കുട്ടിയെടുത്ത് അകത്തേക്ക് കയറ്റി കിടത്തു. ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ അച്ഛാ? അതിനു മാത്രം ഒന്നും ഇല്ല മോളെ. ഇളം വെയിലടിച്ച് തളർന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ക്രമം തെറ്റിയ ആഹാരവും. ഇതത്ര കാര്യാക്കാനൊന്നുമില്ല. ഞാൻ ചെന്ന് ഗോപാലൻ വൈദ്യരെ ഒന്ന് കണ്ടിട്ട് വരാം. കാറ്റും വെളിച്ചവും കിട്ടുന്ന മട്ടില് കുഞ്ഞിനെ കിടത്തിയാ മതി. ആ രുക്മിണി, ഞാൻ പോയിട്ട് വരാം. കുട്ടി തളർച്ച മാറി കണ്ണു തുറക്കുകയാണെങ്കിൽ ഇത്തിരി ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളം കൊടുത്തേക്ക്. ഹരി പിടിക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഏയ് ഒരിക്കലുമില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞ അച്ചട്ടാ, വേറെ കുഴപ്പമൊന്നും വരില്ലെന്നേ. വാ, അകത്തുകൊണ്ടേ കിടത്താം. നാണക്കേട്, ലജ്ജയില്ലേ തനിക്കിത് പറയാൻ? 3 പീറ പെൺകുട്ടികളെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഇത്രയും എഫർട്ട് എടുത്തിട്ടും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ദാ ഹാൻഡികാപ്റ്റഡായ ആള് മുന്നിൽ വന്നു നിൽക്കുന്നു. കഷ്ടം തന്നെ. പരിഹസിക്കരുത്. മുറിച്ചിട്ടാൽ മുറി കൂടുന്നവനായി ഈ മേഘനാഥൻ. അതുകൊണ്ട് ഈ ഇഞ്ചുറി ഒന്നും ഒരു വിഷയമേ അല്ല. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ആവശ്യപ്പെട്ട സംഗതി അത് നടക്കോ ഇല്ലയോ അത് പറയൂ മുകുന്ദൻ. 100-ന് 110% നടക്കും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുകുന്ദനുണ്ണിയുടെ വാക്ക. 1 മിനിറ്റ്. വാക്ക് പറയുന്നതിന് മുമ്പ് നല്ലതുപോലൊന്ന് ആലോചിച്ച് വേണം. അല്പം മുമ്പ് നിങ്ങൾ നിസാരക്കാരാക്കിയതുപോലെ ദുർബലരായ 3 പെണ്ണുങ്ങൾക്കെതിരെ സാറ്റ് കളിക്കാനല്ല പോകേണ്ടത്. തൃപ്പങ്ങോട്ട് കളരിയിൽ പയറ്റിത്തെളിഞ്ഞ സുഭദ്രയുടെ 3 അനുജത്തിമാരാ. They are beautiful but dangerous. Better mind it.
ഒരു നാടിനെ മുഴുവൻ സ്വന്തം ചൂണ്ടുവിരലിൽ ചലിപ്പിച്ച തൃപ്പങ്ങോട് വാസുദേവന്റെ മക്കൾ. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവർക്ക് പിന്നാലെ ചെല്ലാൻ മേഘനാഥനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഈ ലെഗസിയാണ്. രാജരക്തത്തിൽ ജന്മമെടുത്ത പോരാട്ട വീര്യമുള്ള പടനായികമാരാണ്. കോട്ടയ്ക്കൽ മേഘനാഥന് അവരോടിപ്പോൾ ആരാധനയാണെന്ന് തോന്നുന്നല്ലോ. ആരാധന മാത്രമല്ല എനിക്കിപ്പോൾ ഉള്ളത്, കൊതിയ. ഒരുതരം വാശിയുള്ള കൊതി. അവരോളം പോകുന്ന പെൺജന്മങ്ങളൊന്നും ഭൂമിയിൽ അവശേഷിക്കുന്നില്ലപ്പോ. അതുകൊണ്ട് തന്നെ മൂവരെയും എനിക്ക് വേണം. എനിക്ക് മാത്രമായി കിട്ടണം മൂന്നിനെയും. അതിനി എന്റെ വാശിക്കൊതിയ, വാശിക്കൊതി. ശരി ശരി, മനസ്സിലായി എനിക്ക്. ലോകത്തിലെ യുദ്ധങ്ങളിൽ ചിലതൊക്കെ പെണ്ണിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ട വീര്യത്തോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. ഞാനിവിടെ വന്നപ്പോൾ കണ്ട മുറിവേറ്റ് തളർന്ന സാധാരണക്കാരനല്ല യഥാർത്ഥ നിങ്ങൾ. യു ആർ എ റിയൽ വാരിയർ. പക്ഷേ അവരെ ട്രാപ്പ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച തന്ത്രങ്ങളാണ് എന്നെ നിരാശനാക്കുന്നത്. പുതിയ കാലത്തിന്റെ കൗശലങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. കള്ളന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്നറിയാമോ? അത് പോലീസുകാര് തന്നെ. ശത്രു മാത്രമല്ല, മിത്രങ്ങളും അങ്ങനെ തന്നെ. ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിച്ചു പറ. നിങ്ങൾ പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് ചെയ്തിട്ട് വരാൻ ഒന്നാം തരം ടീമുകളുണ്ട് എന്റെ പക്കൽ. രണ്ടണയ്ക്കോ 3 ചക്രത്തിനോ പണിയെടുക്കുന്ന ലോക്കൽ റൗഡികളോ ദാതകളോ ഗുണ്ടകളോ അല്ല അവർ. കാക്കിയിട്ട നല്ല ഉശിരൻ പോലീസുകാർ. തെളിച്ചു പറഞ്ഞാൽ പണത്തിനു വേണ്ടി കാക്കിയെ മറയാക്കി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒന്നാം തരം ക്രിമിനലുകൾ എന്നർത്ഥം. പോലീസുകാരോ? അതെ. പക്ഷേ പലരും സസ്പെൻഷനിലിരിക്കുന്നവരാ. സർവീസിൽ ഉടായ്പ് കാണിച്ചിട്ട് അധികാരവും ക്രിമിനൽ ബുദ്ധിയും ഒത്തുചേർന്നാൽ എന്താ സംഭവിക്കാന്നറിയാലോ? പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒന്നുകളയും അവർ. അങ്ങനത്തെ ബാച്ചാണ്. എന്നാ കാണട്ടെ. ഇവനാണ് ആ ടീമിന്റെ നേതാവ്. കേട്ടിട്ടുണ്ടോന്നറിയില്ല, പഴയ ഒരു പുലിയായിരുന്നു. പേര് ഹൈദരലി ഹുസൈൻ എന്ന. എവിടെയുണ്ട് അവരിപ്പോ? വിളിക്ക, ഇപ്പൊ തന്നെ. ഞാൻ വിളിച്ചാ പറന്നു വരും. പൂ പോലെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അവരുടെ മിനിറ്റുകൾ പോലും വിലപിടിപ്പുള്ളതാണ്. കോർപ്പറേറ്റ് ക്രൈമിന്റെ കൊട്ടേഷനാണ് സാധാരണ എടുക്കാറ്. പറ, പണം എത്ര വേണം? എത്ര കൊടുക്കണം ഞാൻ? ഇക്കാര്യത്തിൽ വിലപേശലുകളില്ല. ഒറ്റ എമൗണ്ടാണ്, 25 lakhs ഓൺലി. 25 ലക്ഷം രൂപയോ? പറഞ്ഞല്ലോ, നോ ബാർഗൈനിങ്. ആളിന്റെ സ്ഥലം, ഒരു ഫോട്ടോ, ഇത്ര മതി ഹൈദറിന്.
ബാക്കി അയാൾ പോലീസ് ഡോഗിനെ പോലെ മണത്ത് കണ്ടുപിടിച്ച് വേട്ടയാടിക്കൊള്ളും. സമ്മതമാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വിളിക്കാം. എന്തു പറയുന്നു? Agreed. But on one condition. ആദ്യം രാധെ, അവളെ മാത്രമല്ല അവനെയും പൊക്കണം. അവളുടെ ആ രക്ഷകനെ. എന്താ നടക്കോ? നടക്കും. എന്റെ വാക്ക്. കാശെടുക്ക. അതെ, നല്ല ചൂടുണ്ട്. നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ട് ബസ്സിൽ പോയാലോ? ചൂടൊക്കെ കാറ്റടിക്കുമ്പോൾ മാറുന്നേ. നാട്ടിൽ വരെ ബൈക്കിൽ തന്നെ പോകുന്നത് ശരിക്കും നല്ല രസം തന്നെയല്ലേ? പിന്നെ പെട്രോൾ ചെലവിനെ കുറിച്ച് ഓർമ്മയില്ലാത്തതുകൊണ്ടാ അത്രയ്ക്കങ്ങ് രസം തോന്നുന്നത്. ഓ, തന്റെ ഒരു പിശുക്ക്. ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ഇത്രയും ആർഭാടം ദൂർത്തൊക്കെ കാണിച്ചില്ലെങ്കിൽ ഇനി എന്നാടോ? ആർഭാടവും ദൂർത്തുമൊന്നും നല്ല ശീലങ്ങളല്ലല്ലോ, ആണോ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എന്താ പറയുക? കുറച്ചൊക്കെ നല്ലതാ, എന്നാ കുറച്ച് മോശവും. അതെ, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ കുറച്ചൊന്നും കൂടുതലൊന്നും രണ്ടാക്കും ഒന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ആർഭാടവും ദൂർത്തും ദുശീലം തന്നെയാ. ഓഹോ, അപ്പോ 10,000 കോടികൾ മുടക്കി വീട് പണിയുന്ന വലിയ വ്യവസായികളൊക്കെ ദൂർത്തന്മാരാണല്ലേ? മോശക്കാരും. അവരൊക്കെ സമ്പാദിക്കുന്നതിന്റെ 1% പോലും ചെലവാക്കുന്നില്ല. ഒരാള് ധൂർത്തനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാള് സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും തമ്മിലുള്ള അനുപാതം നോക്കിയിട്ടാ. അതില് കൂടുതൽ ചെലവാക്കുന്നവനാണ് ധൂർത്തൻ. സമ്മതിച്ചേ. ഇയാളോട് തർക്കിച്ച് ജയിക്കാന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്തായാലും ഈ യാത്ര ഇവന്റെ പുറത്ത് തുടങ്ങിയതല്ലേ, അടുത്ത യാത്ര ബസ്സിൽ പോയിക്കളയാം. അത് എന്റെ ഉറപ്പാ. പ്രസാദേട്ടാ, നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോയാലോ? അതെന്തിനാ ഇനി സ്പീഡ്? ചിലരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ ശ്രദ്ധിച്ചു. അല്ല, അതിനാരാ നമ്മളെ ഫോളോ ചെയ്യാൻ? അറിയില്ല, അതല്ലേ വേഗം പോവാൻ പറഞ്ഞത്. നമ്മുടെ പുറകെ തന്നെ ആണെങ്കിൽ അവര് മസ്റ്റായിട്ട് വേഗം കൂട്ടില്ലേ നമ്മളോടൊപ്പം എത്താൻ. അത് ഐഡിയ. ശരി, നോക്കാം. അവര് നമ്മുടെ പുറകെ തന്നെയാ പ്രസാദേട്ടാ. അവരുടെ ടാർഗറ്റ് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പാ. താൻ ഭയപ്പെടാതെ. എന്താണ് അവരുടെ ഉദ്ദേശം? അത് നടക്കാൻ പോകുന്നില്ല ഒരിക്കലും. അത് ഈ മത്സര ഓട്ടമല്ലേ? കുറച്ചങ്ങോട്ട് പോയാലേ അവിടെ ആളില്ലാത്ത ഫോറസ്റ്റ് റോഡാ. അവിടെ നമ്മൾ ചേസ് ചെയ്ത് വന്ന് ഇവര് ബ്ലോക്ക് ചെയ്താലോ? ഓഹോ, എങ്കിലും അത് തന്നെ നോക്കിക്കളയാം. ഫോറസ്റ്റ് റോഡിൽ കയറിയാ ഞാൻ സ്ലോ ചെയ്യാൻ പോവുക. നോക്കട്ടോ അവരുടെ അഭ്യാസം എന്താണെന്ന്.
റോഡ് ഷോ ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റണമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. ഹലോ, അതിനെന്താ, മാറ്റാലോ.